കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിക്കുന്നു. 10 പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച അർദ്ധരാത്രി ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഭാഗമാകുന്നു. സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ BMS പണിമുടക്കിന്റെ ഭാഗമല്ല. ഹർത്താലിന്റെ പ്രതീതി നൽകുന്നുണ്ടെങ്കിലും മുംബൈ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ സാധാരണ നിലയിലാണ്. അതേസമയം BMS ഉൾപ്പെടെ ഏകദേശം 213 യൂണിയനുകൾ രാജ്യവ്യാപക പൊതുപണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അവകാശപ്പെട്ടു. INTUC, CITU, AITUC, HMS, AIUTUC, TUCC, സേവ, AICCTC, LPF, UTUC യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകുന്നത്. റെയിൽവേ, ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ഉരുക്ക്, ടെലികോം, വൈദ്യുതി മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും എന്ന് സംഘടനകൾ അവകാശപ്പെടുന്നു. സർക്കാർ അനുകൂല ഇടത് സംഘടനകൾ ഉൾപ്പെടെ പണിമുടക്കിന്റെ ഭാഗമാകുന്നതിനാൽ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാകുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഡയസ് നോൺ പ്രഖ്യാപിച്ചു. മതിയായ കാരണമില്ലാതെ ഹാജരാകാതിരുന്നതിനാൽ ഇന്നത്തെ ശമ്പളം റദ്ദാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി. KSEBയിലും KSRTCയിലും ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ കേരള, MG, കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകൾ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു.